വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം മാളൂട്ടി. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടി വെച്ചായിരുന്ന 3 ലെയർ ഫ്രോക്കാണ് കേട്ടോ തയ്ക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ കൈയുടെ സൈഡ് അടിച്ച് വയ്ക്കാം കേട്ടോ. അങ്ങനെ ഓരോരോ പണികൾ തീർത്തായിട്ട് ഞാൻ വെക്കുന്നത്. ആദ്യം തന്നെ ഞാൻ കൈയുടെ പടിയാണ് അടിക്കാൻ പോകുന്നത്. ചെറുതായിട്ട് ഒരു മടക്ക് മടക്കി ഇങ്ങനെ ഒരു ചെറിയ മടക്കാണ് കേട്ടോ സൈഡിലിടുന്നത്. ഞാൻ കൈയുടെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ ലോക്ക് ചെയ്യുന്ന ഇങ്ങനെ മടക്കി തയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ നമ്മൾ കഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ 2 കൈയും ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൈ അടിച്ചു വയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കൈ ഒന്ന് അടിച്ചു കഴിയുമ്പോൾ ഒരേ ലെവലാണോ എന്നൊന്നും നോക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഒരേ ലെവലാണ്, വേറെ വെട്ടിക്കളയേണ്ടതൊന്നുമില്ല. പിന്നെ ചെയ്യാനുള്ള നമ്മളെല്ലാം തയ്ക്കുമ്പോൾ തന്നെ അപ്പോൾ ആ നൂലുകളൊക്കെ കട്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അവസാനം വരുമ്പോൾ അത് ഒരു പണിയായിരിക്കും കേട്ടോ. അപ്പോൾ കൈ രണ്ടും ഒരുപോലെ മടക്കി വെച്ചിട്ട് ഇതിന് ഏറ്റവും നടുക്കുവശം നോക്കി നമ്മളൊരു അടയാളം പെടുത്തി വെക്കണം കേട്ടോ. കാരണം അത് തയ്ക്കുമ്പോൾ ഒരേ ലെവലിൽ കയറി ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്തത് ഞാൻ വള്ളി പിടിപ്പിക്കാനുള്ളത് കേട്ടോ. വള്ളി പിടിപ്പിക്കാനുള്ളത് ഒന്ന് സെറ്റാക്കി വെക്കാൻ പോവാണ്. അതിങ്ങനെ മടക്കിയിട്ട് ഈ സൈഡിൽ നിന്ന് ഒരു കോണിപ്പ് കൊടുക്കും കേട്ടോ. അതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിൽ നിന്ന് ഒരു കോണിപ്പ് കൊടുത്ത് നേരെ അടിച്ചു പോകാം. അത് നമ്മൾ വള്ളി അടിച്ചിട്ടുണ്ട്. ഇതിവിടെ കോണിപ്പിട്ടേക്കണ സ്ഥലത്ത് ഇച്ചിരി ഞാൻ കയ്യെത്തുമ്പിട്ടിട്ടുണ്ടായിരുന്നു, അതങ്ങ് വെട്ടിക്കളയും. ഇങ്ങനെ ഒരു ഷേപ്പിലാട്ട കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിന് മൊത്തത്തിൽ നമുക്കിങ്ങനെ മറിച്ചെടുക്കണം. നമ്മളിത് ഇവിടെ നിന്ന് ലാസ്റ്റത്തുനിന്ന് നമുക്കിത് ഇങ്ങനെ കുത്തി അതങ്ങ് മടക്കി വെച്ചിട്ട് അതിനകത്തോട്ട് ഇതിങ്ങനെ അവസാനം വന്നപ്പോൾ നമ്മുടെ ആ മൂലക്കലത്തെ തുമ്പ് കിട്ടിയിട്ടുണ്ട്. കോല് മാറ്റിയിട്ട് ആ തുമ്പെ പിടിച്ച് ഇതിങ്ങനെ അങ്ങ് വലിച്ചാൽ നമുക്ക് വള്ളി റെഡിയായി. ക്ലോസ് ചെയ്ത ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു വള്ളിയും കൂടെ നമ്മൾ തയ്ച്ചെടുക്കണം. 2 വള്ളിയും തയ്ച്ച് കഴിഞ്ഞു കേട്ടോ. 2 വള്ളിക്ക് ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 വള്ളി തയ്ച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വള്ളിയുടെ പരിപാടി കഴിഞ്ഞു. നീളം അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചാൽ മതി. അടുത്ത് നമ്മുടെ യോക്കിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ അടിക്കാൻ പോകുന്നത്. ഇതാണ് ഫ്രണ്ട് ഭാഗം. അതിൽ നല്ല വശം എടുക്കുക. നല്ല വശത്തിനോട് ഈ ലൈനിങ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ലൈനിങ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ തിരിച്ചിട്ട് ഈ കഴുത്ത് ഇങ്ങനെ ഇതിൽ കൂടെ അടിച്ചു കൊടുക്കണം. കഴുത്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തയ്ച്ച നൂലെ മുട്ടാതെ ഇങ്ങനെ അവിടെ ഓരോ ഇട്ട് കൊടുക്കും. ഇനി നേരെ നമ്മളിത് തിരിച്ചിടണം. അപ്പോൾ ചീത്ത വശത്തിലോട്ട് ലൈനിങ് പൊക്കോളും. തിരിച്ചു വയ്ക്കുമ്പോൾ നമ്മുടെ കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിക്ക് നമ്മുടെ കഴുത്ത് കിട്ടും. ഈ ലൈനിങ് തുണിയോട് നമ്മൾ ലൈനിങ് തുണിയിലേക്ക് ഒന്ന് പതിച്ചടിക്കണം. ഈ ലൈനിങ് തുണിയിലേക്ക് ഈ സ്റ്റിച്ച് ചെയ്യണ്ടല്ലോ, നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ലൈനിങ്ങിൻ്റെ ഭാഗത്തോട്ട് ഇതിൻ്റെ അറ്റത്തുനിന്ന് ഒരടി കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അടുത്ത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു റൗണ്ടും കൂടെ അടിക്കാനുണ്ട് നമുക്ക്. അത് നമ്മൾ കഴുത്ത് ഫിറ്റ് ചെയ്യണം. ഈ ഷോൾഡർ ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻവിസിബിൾ ഷോൾഡർ ഫിറ്റിങ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് കഴുത്തടിക്കുന്നുള്ളൂ കേട്ടോ. ഇത് ഫുള്ള് ഫിറ്റ് ചെയ്തതിന് ശേഷം അടിക്കുന്നുള്ളൂ. ഇനി അടുത്തത് ബാക്ക് എഴുത്താണ്. ബാക്ക് എഴുത്തിൻ്റെ നമ്മൾ ഫസ്റ്റ് കഴുത്ത് വെച്ച പോലെയല്ല വയ്ക്കുന്നത്, ഉള്ളിൽ നിന്നാണ് കേട്ടോ വയ്ക്കുന്നത് ലൈനിങ്. നമുക്ക് ചീത്ത വശത്താണ്. കാരണം സിബ് വയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കളയുന്നില്ല കേട്ടോ ലൈനിങ്.
ഒരേപോലെ മടക്കി ആയിട്ട് നമ്മൾ ഒരു കട്ട് ചെയ്തിട്ട അളവ് നമുക്ക് കിട്ടാൻ എളുപ്പമാണ്. പിന്നെ ഇത് നമ്മൾ വരയ്ക്കണം. ഒരു തയ്യൽ ഒന്നടയാളപ്പെടുത്തണം. കൂടെ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗം എടുക്കുക. ഇപ്പം ഞാനിങ്ങനെ 3 തയ്യൽ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 സൈഡും നടുക്ക് നമുക്ക് കട്ട് ചെയ്യാനുള്ള കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഭാഗം എടുക്കുക, നല്ല വശം എടുക്കുക. നല്ല വശം എടുത്തിട്ട് നമ്മൾക്ക് സിബ് എങ്ങനെയാണോ വരേണ്ടത്, ഇങ്ങനെയാണ് സിബ് വരേണ്ടത്, അതേപോലെ എടുത്തിട്ട് സിബ് ഊരുക. കഴുത്തിൻ്റെ കറക്റ്റ് തൊട്ട് മേലായിട്ട് ലൂപ്പ് വേണം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ 2 സൈഡ് അടിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സിബിൻ്റെ ഫൂട്ടൊന്ന് ഊരി, സിബിൻ്റെ ഫൂട്ട്. ഇനി ഈ സാധനം ഇതാണ് സിബ്, നമ്മൾ ഇച്ചിരി അകത്തി ഇങ്ങനെ വെച്ചിട്ട് അവിടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. വെച്ച് വേണം നമ്മൾ സിബ്. നമ്മൾ 2 വശം സ്റ്റിച്ച് ചെയ്തു. ഇനി ഇത് ഈ തിരിച്ചിട്ടിട്ട് ഇങ്ങനെ അടിച്ചാൽ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഈ കഴുത്തിന് നമുക്കൊന്ന് സെറ്റാക്കണം. അടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത് ലൈനിങ്ങിൽ നിന്ന് ഞാൻ ഇതുപോലൊരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ കഴുത്തടിച്ചതുപോലെ തന്നെ ബാക്കിലെ കഴുത്തും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട്, നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് നമുക്കിങ്ങനെ ഡയറക്റ്റ് ചുമ്മാ അടിക്കാതെ ഇപ്പം ഞാൻ ഫ്രണ്ടിൽ കഴുത്ത് ഇതുപോലെ അടിച്ചിട്ടുണ്ടായില്ല, ജസ്റ്റ് പതിച്ചടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഒന്നോടെ നമ്മുടെ ഷേപ്പിൽ അടിച്ചിട്ടുണ്ടായില്ല. അപ്പം അതിൻ്റെ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഈ ഫ്രണ്ട് വശം, ലൈനിങ്ങിൻ്റെ വശം ഒരുപോലെ, പിന്നെ ഫ്രണ്ട് വശം ഒരുപോലെ, അങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ അടിക്കണം. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ ഷോൾഡർ കിട്ടും. ഒരടി അടിച്ച് വെച്ചിട്ട് നമ്മൾ നോക്കണം നമ്മൾ കറക്റ്റാണോ ചെയ്തേക്കണേന്നുള്ളത്. ഒരടി അടിച്ചിട്ടാണ് കേട്ടോ കറക്റ്റായിട്ടാണ് വന്നേക്കുന്നത്. ഇത് കേട്ടോ സ്റ്റിച്ചിങ് കാണത്തും കൂടിയില്ല. അപ്പോൾ ഇങ്ങനെ തയ്ക്കുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും. പിന്നെ അടിക്കുമ്പോൾ നമ്മൾ കെട്ടിട്ടടിക്കണം കേട്ടോ. അതിനെ കെട്ടിട്ടെല്ലാം അടിച്ച കാരണം കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഊരണമല്ലോ. ഇപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ നമ്മുടെ തട്ടി നിൽക്കത്തും ഇല്ല. ഇനി ഇവിടെ കഴുത്തും കൂടെ ഇങ്ങനെ നന്നായിട്ട് പതിച്ച് വെച്ചടിച്ച് ചെയ്യുമ്പോൾ, കഴുത്തും കൂടെ വെച്ചടിച്ച് ചെയ്യുമ്പോൾ നല്ല ഓക്കെ ആയിട്ട് വരും. രണ്ടും ബാക്കി അടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ യോക്ക് ഭാഗം ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് ഭാഗത്തിലേക്ക് കൈ വെക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ കൈയാണ് കേട്ടോ പഠിപ്പിക്കാൻ വേണം. അപ്പോൾ കൈ ഞാൻ നടുക്കത് ഇങ്ങനെ വെച്ച് നടുക്കൊരു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ നടുക്ക് വെച്ച് നമ്മളിങ്ങനെ കറക്റ്റ് നടുക്ക് വശത്തേക്ക് വെച്ച് ചെയ്യുവാണെങ്കിൽ അളവിന് വ്യത്യാസമൊന്നും വരില്ല, ചുളിഞ്ഞൊന്നും ഇരിക്കില്ല കേട്ടോ. അപ്പോൾ കൈ വയ്ക്കാം. കൈ തയ്ച്ചു കേട്ടോ ഫ്രീലാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലെയറിൽ ഈ 2 ഇതാണ്, ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. അപ്പോൾ അത് രണ്ടും ആദ്യം അടിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഫ്രില്ല് കൊടുക്കുന്നതെന്ന് കാണിച്ചു. അപ്പോൾ ആദ്യത്തെ ലെയർ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് മടക്കി അടിക്കേണ്ട കാര്യമില്ല, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻറ്റ് കൊടുക്കാനുള്ളതുകൊണ്ട് മടക്കി അടിക്കുന്നില്ല കേട്ടോ. ആദ്യത്തേൽ ഞാനൊരു 1/2 ഇഞ്ച് കയറ്റി കേട്ടോ. ഇതിലൊരു നൂലിൽ ഈ
കെട്ടിട്ടേക്കണ നൂലിൽ പിടിച്ച് നമ്മളിത് ഇങ്ങനെ ചുരുക്കി കൊടുക്കും. ഇങ്ങനെ ചുരുക്കി കൊടുക്കും. ഇനി നമുക്ക് ഇത് ബോഡി പാർട്ടിൻ്റെ താഴത്തെ അളവ് നോക്കണം. ഈ താഴത്തെ അളവിനോട് കറക്റ്റാക്കി എടുക്കണം. ഫ്രണ്ട് ഭാഗമാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇനി ബാക്ക് ഭാഗം കൂടെ ആക്കണം. അതായത് രണ്ട് ലെയർ ആക്കിയിട്ടുണ്ട്. ബാക്ക് വശവും ഫ്രണ്ട് വശവും ലെയർ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് അറ്റാച്ച് ചെയ്യണം. അപ്പം അങ്ങനെ ഓരോ ലെയറും തയ്ച്ചു വിട്ടൊക്കെ ഒരു ലെയർ രണ്ട് വശത്തും തയ്ച്ചിട്ടുണ്ട്. ഞാൻ തയ്ച്ചിട്ടുണ്ട്. അതും കൂടെ അറ്റാച്ച് ചെയ്യാം നമുക്ക്. മൂന്നാമത്തെ ലെയറിൽ കുറച്ച് ഇതിനേക്കാൾ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പുറത്തേക്ക് ഫ്രില്ലിട്ട് ചെയ്യാൻ പാകത്തിനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്തിട്ട് മൂന്നാമത്തെ ഫ്രില്ല് എടുക്കാം. ലാസ്റ്റത്തെ ലെയർ എടുക്കുമ്പോൾ ലാസ്റ്റത്തെ ലെയർ ഞാൻ പുറത്തേക്ക് ഫ്രില്ലിട്ടാണ് കേട്ടോ തയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചെറുതായിട്ടൊന്ന് മടക്കി തയ്ക്കുക കേട്ടോ. അറ്റം വരെ അറ്റം വരെ എന്തേ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യത്തെ പോലെ തന്നെ ഒരൊറ്റ അടി നമ്മൾ വലിച്ചടിക്കണം കേട്ടോ. വലിച്ചടിച്ചാൽ നമുക്ക് ചുരുക്കി എടുക്കാനായിട്ട് എളുപ്പമാണ്. അതിനാണ് വലിച്ചടിക്കുന്നത്. ഒറ്റടി ഒരു 1/2 ഇഞ്ചിൽ ഇട്ടിട്ട് അതിന് ശേഷം ചുരുക്കി എടുക്കണം. നന്നായി ചുരുക്കി എടുക്കണം. ആക്കിയിട്ടുണ്ട്. അടിയിലത്തെ ലെയർ മാത്രം ഇങ്ങനെ അടിച്ചിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ തീറ്റ വശം. ഇത് നല്ല വശം. അത് മടക്കി അടിക്കണം. ഒരു ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കണം. ഈ തുണിയുടെ മുകളിലേട്ട് നമ്മൾ തയ്ച്ച് വെച്ച പാട്ടിൻ്റെ നല്ല ഭാഗം മുകളിലായിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ അടിച്ചു വെച്ചേക്കുന്ന അടുപ്പിൽ കൂടെ തന്നെ ഒരടിയും കൂടെ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഭംഗിയായിട്ടിരിക്കും. രണ്ട് വശം അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കണം. ഈ അടിയിലത്തെ ഭാഗത്തിലേക്ക് ലൈനിങ് പിടിപ്പിക്കുക കേട്ടോ. ആദ്യം വേണമെങ്കിൽ നമുക്ക് പിടിപ്പിക്കാം. പക്ഷെ എനിക്ക് ഇങ്ങനെയായിരുന്നു വശം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഈ ലെയറുകൾ ഒന്നിച്ച് പിടിപ്പിക്കാതെ ടോപ്പിലേക്ക് തന്നെ പിടിപ്പിച്ച് അങ്ങ് വെക്കുകയായിട്ട് ചെയ്തേ. യോക്ക് ഭാഗത്തിൽ വന്നേക്കുന്ന ലൈനിങ്ങും തുണിയും അതിനകത്തേക്ക് ഒന്നിച്ചടിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഉള്ളിലേക്ക് പോകുമ്പോഴും ആ ലൈനിങ്ങിൻ്റെ തുണി മാത്രമാണ് ബാലൻസ് വരുള്ളൂ. ലൈനിങ്ങിൻ്റെ അടിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് കൂട്ടിച്ചേർക്കാം. ഫസ്റ്റ് ആദ്യം ചുമ്മാ അളവൊന്നും എടുക്കാതെ തന്നെ ഞാൻ ഒറ്റ അടി അടിക്കാൻ പോവാണ് കേട്ടോ. കൂട്ടി ലൈനിങ് ഇതും നമ്മൾ സെപ്പറേറ്റ് ചെയ്തടിക്കണം. അത് ലൈനിങ്ങിൻ്റെ വിരിവ് ഈ വിരിവുമായിട്ട് കറക്റ്റ് അല്ല. ലൈനിങ്ങിന് വിരിവ് കുറവാണ്. നമ്മൾ സൂചി ഒന്ന് കുത്തി വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ തുണി ഒന്ന് മാറ്റി കൊടുത്ത് നമ്മൾ ഫ്രോക്ക് തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മാളൂട്ടിയെ ടീച്ചർ നോക്കിയാലോ. അങ്ങനെ ഉടുപ്പ് തയ്ച്ച് കഴിഞ്ഞു. മാളൂട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വിരിവൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.